ഗായ്സ്, അപ്പോൾ നമ്മൾ എഡിൻബറോയിലാണ് ഉള്ളത്. ഇവിടെ സിറ്റി സൈറ്റ് സീയിങ് ടൂൾസ് എല്ലാം കാണാനായിട്ട് വന്നേക്കുക. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 3 ഡേയ്സിൻ്റെ ഒരു 2 ഡേയ്സ് 48 hours ഒരു ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൻ്റെ ടൂറാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. അതിനകത്ത് സ്കോട്ട്ലൻഡിലെ എഡിൻബറോയിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈസിയസ്റ്റ് ആയിട്ട് മെയിൻ അട്രാക്ഷൻസ് എല്ലാം കാണുവാനായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സസ് ആണ്. ഇത് തന്നെ 3 കളറിലുണ്ട്: ഗ്രീൻ ബസ്, ബ്ലൂ ബസ് ആൻഡ് റെഡ് ബസ്. ഗ്രീൻ ബസ് എന്ന് പറയുമ്പോൾ അത് ഹിസ്റ്ററി ആൻഡ് ആർക്കിടെക്ചർ അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പാണ്. രണ്ടാമത്തേതായിട്ട് റീഗൽ ടൂർ അഥവാ ബ്ലൂ ബസ്. ഈ ബ്ലൂ ബസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റോയൽ ബൊട്ടാണിക് ഗാർഡൻസ്, അതുപോലെ പാർലമെന്റ്, അതുപോലെ പാലസ്, അങ്ങനത്തെ കാസിൽ, അങ്ങനത്തെ അട്രാക്ഷൻസ് എല്ലാം കാണുന്നതാണ് റീഗൽ ടൂർസ്. റെഡ് ബസ് എന്ന് പറയുമ്പോൾ അത് സിറ്റി സൈറ്റ് സീയിങ് ആണ്. അതിൽ ബേസിക്കലി റോയൽ മൈൽ, പാലസ് ഓഫ് ഹോളിവുഡ് ഹൗസ്, റോയൽ മൈൽ. ഇത് റെഡ് ബസ്സും ബ്ലൂ ബസ്സും ഏകദേശം ഒക്കെ ഒരു സിമിലർ റൂട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സൈറ്റ് സീയിങ്ങിനുള്ളതായ എല്ലാ ബസ്സുകളുടെയും മുകൾ ഓപ്പൺ ആണ്. റെഡ് ആയാലും ബ്ലൂ ആയാലും ഗ്രീൻ ആയാലും അതിൻ്റെ എല്ലാം മുകൾ ഭാഗം വന്നിട്ട് ഓപ്പൺ ആയിട്ടായിരിക്കണേ. അപ്പോൾ നമുക്ക് അതിലൂടെ കാഴ്ചകൾ കാണാനും ഒക്കെ ആയിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തേക്കുന്ന സെറ്റപ്പാണ്. പക്ഷേ ബസ്സിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഈ സീറ്റിൽ ഇരുന്ന് തന്നെ പോകണം, നിന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത്. ബേസിക്കലി എന്ന് വെച്ചാൽ അതിൻ്റെ ട്രാം ലൈൻ എല്ലാം പോകുന്നത് കൊണ്ട് അതിന് നമുക്കവിടെ ഒരു സേഫ്റ്റിയുടെ റീസൺ ആണ് അവർ പറയുന്നത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇരുന്ന് തന്നെ ട്രാവൽ ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ട്. സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഓപ്പൺ ആയതുകൊണ്ട് തന്നെ മഴ പെയ്താൽ മഴ നനയും. കുട ചൂടിയൊക്കെ ഇരിക്കേണ്ടവരും, അല്ലെങ്കിൽ റെയിൻകോട്ടൊക്കെ ഇട്ടിരിക്കേണ്ടവരും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കവർഡപ്പായിട്ടൊരു ഹാഫ് പോർഷൻ കവർഡപ്പായിട്ടുണ്ട്, ആ സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്തിരിക്കേണ്ടവരും. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ തണുപ്പ് മഞ്ഞടിക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് ഇത്. നമ്മൾ ഈ ബസ്സിൽ കയറുമ്പോൾ തന്നെ നമുക്ക് അവിടുന്ന് ഹെഡ്ഫോൺസ് കാര്യങ്ങളെല്ലാം അവർ ഡ്രൈവർ പ്രൊവൈഡ് ചെയ്യും. ഈ ഹെഡ്ഫോൺസ് നമ്മൾ ചെവിയിൽ കുത്തിക്കഴിഞ്ഞാൽ സീറ്റിൻ്റെ ബാക്കിലായിട്ട് ഒരു ഓഡിയോ ജാക്ക് ഉണ്ട്. അവിടെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ, ബസ് പോകണമനുസരിച്ച് ആ 2 സൈഡിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് 2-3 നിലകൾ മാത്രമുള്ള ഒത്തിരി വലുതല്ലാത്തതായ ബിൽഡിങ്ങുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാം ഏകദേശം ഒരേ വലുപ്പത്തിലും ഒരേ രൂപത്തിലും ഒരേ ഷേപ്പിലും എല്ലാം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതിൻ്റെ എല്ലാം താഴത്തെ നിലകളിലെല്ലാം നമുക്ക് കടകളെല്ലാം കാണുവാനായിട്ട് സാധിക്കും. ഇതിൻ്റെ എല്ലാം ഈ സ്ട്രക്ചറും ഈ ഷേപ്പുകളും എല്ലാം ഈ സ്കോട്ട്ലൻഡ് നഗരത്തിൻ്റെ ആ ഒരു ചരിത്രത്തെയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ബസ്സിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങിയില്ല, 2ാമത്തെ സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങി. അവിടെയാണ് നമുക്ക് സ്കോട്ടിഷ് പാർലമെന്റും അതുപോലെ തന്നെ ഹോളിവുഡ് പാലസും എല്ലാം ഉള്ളത്. ഞാൻ അവിടെ ആ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് മുമ്പോട്ട് നടക്കുമ്പോൾ നമ്മുടെ സിറ്റി സൈറ്റ് സീയിങ്ങിൻ്റെ ആ റെഡ് ബസ് എല്ലാം പോകുന്നതായിട്ട് നമുക്ക് കാണാം. ആ മുമ്പിൽ കാണുന്നതാണ് ഹോളിവുഡ് പാലസ് അല്ലെങ്കിൽ കിങ്സ് ഗാലറിയും, അതെല്ലാം ഒരുമിച്ച് തന്നെയാണ് ഉള്ളത്. നമ്മുടെ മുമ്പിൽ കാണുന്നതാണ് സ്കോട്ടിഷ് പാർലമെന്റ് ബിൽഡിംഗ്. ഇത് എഡിൻബറോയിലെ വൺ ഓഫ് ദ മോസ്റ്റ് യുണീക്ക് ആൻഡ് മോഡേൺ ലാൻഡ്മാർക്സ് ആണ്. ഇത് ഒഫീഷ്യലി ഓപ്പൺ ക്യാമറാമാനോട് നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ട് വരികയാണ്. ക്യാമറാമാനോട് തന്നെ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഗായ്സ്, നമ്മൾ കാത്തിരുന്നതായ പാലസ് ഓഫ് ഹോളിവുഡ് ഹൗസ്, സ്കോട്ടിഷ് പാലസ് ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ദ കിങ്സ് ഗാലറി എന്ന് ആണ് ഇതിൻ്റെ ഒരു മെയിലിൽ എഴുതി വെച്ചിരിക്കുന്നത്. ദ കിങ്സ് ഗാലറി. ഇവിടെ ഇന്ന് തന്നെ വിസിറ്റ് അഡൾട്ട് $22 കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ ഒരു പാക്കേജിൽ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ആവശ്യം വരില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് പോയി നോക്കാം. പാലസിനോട് ചേർന്നുള്ള ആർട്ട് ഗാലറിയാണ് ഇത്. ഇവിടെ നിന്ന് നമുക്ക് സൗവനീറും കാര്യങ്ങളൊക്കെ മേടിക്കാം. കിങ് ചാൾസ് സ്കോട്ട്ലൻഡിൽ വരുമ്പോൾ താമസിക്കുന്നതായ ആ ഒരു വസതിയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള കിങ് ചാൾസിൻ്റെ സ്കോട്ട്ലൻഡിലെ താമസ സ്ഥലം.
എഡിൻബറോ പാലസിൽ എത്തിയിരിക്കുക. അപ്പോൾ പാലസിനകത്ത് കയറിയപ്പോൾ കയറി പറഞ്ഞിടത്തൊന്നും ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ പാലസിനകത്ത് കയറിയാലും ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു ചെറിയൊരു സാധനം തന്നു, ഹെഡ്ഫോൺസ് തന്നു. ഇതിനെക്കുറിച്ച് ഞെട്ടുമ്പോൾ അതെന്താന്നൊക്കെ പറയും. അപ്പൊ എന്റെ മുമ്പില് കാണുന്നതാണ് ഹോളിവുഡ് പാലസ്. ക്വീൻ എലിസബത്ത് രാജ്ഞി അവരുടെ ജീവിതത്തിന്റെ അവസാന നാളുകൾ ചെലവഴിച്ചത് ഇവിടെയാണ്. അതുപോലെ തന്നെ മേരി ക്വീൻ ഓഫ് സ്കോട്ട്സ് എന്ന രാജ്ഞിയുടെ ജീവിതകഥ ഒരു വേദനിക്കുന്ന തേങ്ങലായി ഈ കൊട്ടാരത്തിൽ തളം കെട്ടി കിടക്കുന്നുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ രാജ്ഞിയായി, പിന്നെ ഫ്രാൻസിൽ പഠിച്ച് അവിടെ വിവാഹം കഴിച്ചു, പിന്നീട് സ്കോട്ട്ലൻഡിലേക്ക് തിരിച്ചു വന്നു, വീണ്ടും വിവാഹം ചെയ്തു. അവരുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും നാടകീയമായ സംഭവങ്ങളിൽ ഒന്നാണ് ഈ പാലസിൽ നടന്നത്. അവരുടെ അടുത്ത ആളായിരുന്ന ഡേവിഡ് റസിയോ ഇവിടെ തന്നെ കൊല ചെയ്യപ്പെട്ടു. ഇന്നും ആ സംഭവത്തിന്റെ അടയാളമായി അവിടെ ബ്ലഡ് സ്റ്റെയിൻസ് കാണാം. പാലസിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ റെഡ് ബസ് പിടിച്ചു. അടുത്തതായിട്ട് നമുക്ക് പോകേണ്ടത് ഡൈനാമിക് എർത്ത് എന്ന് പറയുന്ന ഒരു സയൻസ് ആൻഡ് എർത്ത് എക്സ്പ്ലോറേഷൻ സെന്ററിലേക്കാണ്. അങ്ങനെ നമ്മൾ പ്ലാനറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ റെഡ് ബസ്സിലേക്ക് വീണ്ടും കയറി. പോകുന്ന വഴിയിൽ നമുക്ക് എഡിൻബറോ കാസിൽ കാണാം. തിരിച്ച് നമ്മുടെ സിറ്റി സെന്ററിലെത്തി. കൂടുതൽ സ്കോട്ട്ലൻഡ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരെ സ്റ്റേ ട്യൂൺ. ബൈ.